എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ റാഫിയനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. പണ്ട് റോമു പറഞ്ഞ ഒരു കാര്യം അവൻ ആലോചിക്കുന്നുണ്ട്. നിനക്ക് എന്നെ മിസ് ചെയ്യുമ്പോഴേക്കും നീ എൻ്റെ പ്ലേലിസ്റ്റ് കേട്ടാൽ മതിയെന്ന്. അന്ന് രാത്രി മുഴുവനും ഇരുന്ന് നമ്മുടെ റാഫി റോമിന്റെ പ്ലേലിസ്റ്റ് കേൾക്കാണ്. പിറ്റേ ദിവസം രാവിലെ അർണോൾഡും ടുവയും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണീക്കുന്നത്. അവർ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ട് മ്യൂസിക് വെച്ച് ചെറിയ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർണോൾഡ് മിൽക്ക് കുടിക്കുമ്പോൾ അവൻ്റെ മേത്തേക്ക് ആ മിൽക്ക് വീഴാണ്. അത് കാണുന്ന നമ്മുടെ ടൂവയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അർണോൾഡ് അവൻ്റെ ടീഷർട്ടൊക്കെ ഊരുന്നുണ്ട്. നമ്മുടെ ടൂവയാണെങ്കിൽ ഫേസിലെ മിൽക്കെല്ലാം വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ക്യൂട്ടായിട്ടുള്ള റൊമാൻസ് ഇട്ട് പിന്നെ മാറാണ്. അർണോൾഡ് നമ്മുടെ ടൂവക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ജാക്കും ഡീനും വരുന്നത്. അവരിത് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡീൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിൽ കയറിയില് ക്ഷമിക്കണം, ഞങ്ങളുടെ ടൈമിങ് ചെറുതായിട്ട് തെറ്റിപ്പോയിന്ന്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. പിന്നെയും ഡീൻ പറയാണ്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായാല് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ജാക്കും പറയുന്നുണ്ട്, ടുവേനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന്, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാന്നും അർണോൾഡ് പറയുന്നുണ്ട്. ഇതേ സമയത്താണ് റാഫി ജാക്കിനെ വിളിക്കുന്നത്. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ ഡീനോടും പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ജാക്കാണെങ്കിൽ എണീറ്റ് പോവാണ്. ഇത് കാണുന്ന അർണോൾഡും നമ്മുടെ ഡീനും ഒന്ന് നെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാക്കിനെയും വിളിച്ചോണ്ട് റാഫി അവിടുന്ന് മാറിയിക്കാണ്. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ ഷോക്കാവരുത് എന്നാണ് ആദ്യമേ പറയുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിനി ആ നാടകത്തിലില്ല, എനിക്ക് എന്റെ പാഷൻ നഷ്ടപ്പെട്ടു, അതുമാത്രമല്ല ആ നാടകത്തിനും എന്നെ വേണ്ടെന്ന് തോന്നുന്നു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ നിനക്ക് അധികം പ്രഷർ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, ഇത് എന്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ജാക്കും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോമിന്റെ അടുത്തേക്ക് റാഫി ചെല്ലാണ്. എന്തിനാ ഇങ്ങോട്ട് വന്നത്, ജാക്ക് പോയോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാം, നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറയുന്നുണ്ട്. റോമിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അവർ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. ഇവനിങ്ങനെ ഫുഡ് കഴിക്കുന്ന കാണുന്ന നമ്മുടെ റോമ് ചോദിക്കാണ്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇത്ര റിച്ച് ആയിട്ടുള്ള സിനിമാ നടിയുടെ മോൻ ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമെന്ന്. ഈ സിനിമാ നടിയുടെ മോൻ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഈ ലോകത്ത് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ എഗ്ഗ് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന റോമിനാണെങ്കിൽ താൻ എന്തീ കാണുന്നേന്നുള്ള രീതിയിലാണ് അവനും ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മ വിളിക്കുന്നത്. എന്താ കോൾ എടുക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോഴേക്ക് ഞാൻ അമ്മയുടെ ഒരു കണ്ടന്റ് അല്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഓ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. റോമിനാണെങ്കിൽ ഇവന്റെ പെരുമാറ്റം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളോടായിട്ട് റോം അറിയുന്നുണ്ട് ഇത് ശരിക്കും റാഫി തന്നെയാണോ എന്ന്. റാഫി നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് പീസ്ഫുൾ ആയിട്ട് ഒന്ന് ഡിന്നർ കഴിക്കണമായിരുന്നു, അത്രേ ഉള്ളൂ എന്ന്. പിറ്റേ ദിവസം രാവിലെ അർണോൾഡും ടുവയും കൂടി ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയേക്കാണ്. അവിടുത്തെ എല്ലാ റൈഡിലും അവർ കയറുന്നുണ്ട്. അവസാനം റോളർ കോസ്റ്ററിലും കയറുന്നുണ്ട്. പക്ഷെ ഇത് അർണോൾഡിന് ഒട്ടും പറ്റുന്നില്ല. അവൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒമറ്റ് ചെയ്യാണ്. നീ എന്താ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ, ഇതൊന്നും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ടുവ കളിയാക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് ഈ റോളർ കോസ്റ്റർ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാനിപ്പോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഓണറിന്റെ മോനെയാണല്ലോ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോ പയ്യെ പയ്യെ മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടുവയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തെടുക്കാണ്, എന്താ പറയാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതാരാന്ന് ചോദിക്കുമ്പോഴേക്കും നിന്റെ ഫ്രണ്ടാണോ എന്ന് അച്ഛൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ല ഇതെന്റെ ഫ്രണ്ട് അല്ല, ഇതെന്റെ ബോയ് ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. ടുവ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് അവന്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെടുത്തുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ടുവാണെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നല്ല ബ്ലഷ്ഡ് ആണ്, എനിക്ക് നന്നായിട്ട് നാണം വരുന്നു എന്നൊക്കെ. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോന് കരയിപ്പിക്കാതെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ നിന്നെ ഈ റൈഡില് ഞാൻ ലോക്ക് ചെയ്ത് വെക്കുന്നു, ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞതാണെന്നും അച്ഛൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജാക്കും ഡീനും കൂടി ഒരു ഡേറ്റിന് പോയേക്കാണ്. അപ്പൊ അവരൊരു മൂവി കാണാനാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ആയിട്ട് ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡീനാണെങ്കിൽ ജാക്കിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല, സിനിമയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന്റെ ബാക്കി ഡയലോഗ് പറയണം, അങ്ങനെയാണെങ്കിൽ ഓസ്കാർ കിട്ടും. എനിക്കത് വേണമെന്ന് ഡീൻ പറയുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആടാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്കത് വേണമെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡീൻ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് അവിടെ ഇരിക്കുന്ന വേറൊരു ചെറുപ്പക്കാരനാണ് അതിന് ഉത്തരം പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഡീൻ പറയുന്നുണ്ട്. അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉത്തരം നമ്മുടെ ഡീൻ അറിയില്ല. പക്ഷെ അതിന്റെ ഉത്തരം നമ്മുടെ ജാക്ക് ഡീനിന് പറഞ്ഞു കൊടുക്കും.
കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യോത്തരത്തിന് അവസാനം വിജയായത് നമ്മുടെ ഡീൻ തന്നെയാണ്. അവന് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. നമ്മുടെ ജാക്കിനും ഇതൊക്കെ കണ്ടിട്ട് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ മൂവി കണ്ട് എൻജോയ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡീനൊരു കോള് വരുന്നത്. അത് അവൻ്റെ ചേച്ചിയായിരുന്നു. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ചേച്ചി, എന്നെ ഒന്ന് പെട്ടെന്ന് രക്ഷിക്കാനാണ് പറയുന്നത്. അവിടുന്ന് നമ്മുടെ ജാക്കും ഡീനും കൂടി പെട്ടെന്ന് തന്നെ ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ലിഫ്റ്റ് വർക്കാവാത്തതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറിയാണ് അവർ പോകുന്നത്. ഓടി ചെല്ലുന്നുണ്ട്. വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും എന്ന് പറയുമ്പോൾ ആ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ഭയങ്കരമായിട്ട് ചേച്ചീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ജാക്കാണെങ്കിൽ അയാൾക്ക് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഡീൻ ചേച്ചീനെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തിവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ പറയുന്നത് ഇയാള് വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടക്കുന്നത് ഞാൻ കണ്ടു. നീ എന്തൊരു പെണ്ണാണ്, നിന്റെ അനിയനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തോ, ഇതെന്റെ വുമണാണ്, എനിക്ക് ഇവൾ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. അയാൾ ഒച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ ചാക്കു പറയുന്നുണ്ട് നിങ്ങളുടെ വുമനാന്ന് വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. തിരിച്ച് ജാക്കിന്റെ വീട്ടിലെത്തിയ ചേച്ചിനോട് കൃത്യമായിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. പുതിയ ഓഫീസിലെ ഒരു പെണ്ണായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ജാക്കാണെങ്കിൽ പറയുന്നുണ്ട് ഇത് ചേച്ചിയുടെ സ്വന്തം വീട് പോലെ നിന്നോ, ചേച്ചിക്ക് ഇനി എന്താ പ്ലാൻ നോക്കുമ്പോൾ നാളെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറയുന്നുണ്ട്. ഞാൻ കൊണ്ടേക്കാന്ന് ചാക്കു പറയുന്നുണ്ടെങ്കിലും ഡ്രാമയുള്ളതുകൊണ്ട് വേണ്ടാന്നാണ് പറയുന്നത്. ചാക്ക് അവിടുന്ന് പോയതിനു ശേഷം ചേച്ചി ഡീനോട് പറയുന്നുണ്ട് അവൻ നന്നായിട്ട് നിന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഇനി അവൻ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന്. ഇവിടുന്ന് സീൻ കട്ടാക്കിയിട്ട് നമ്മുടെ ടൂവേനെ അർണോൾഡിനെയാണ് കാണിക്കുന്നത്. അർണോൾഡിനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. നീ ഒരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് മാത്രമാണോ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അല്ല നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആയാലും ഞാൻ ഇങ്ങനെ ഇട്ടുതരാം, ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തോട്ടെ, നീ ഫേമസ് ആവുമ്പോഴേക്കും എനിക്കിതൊക്കെ ഓർക്കാനാണ്. ഞാൻ അങ്ങനെ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസൈനർ നീ തന്നെയായിരിക്കും, അത് നമ്മൾ ബ്രേക്കപ്പ് ആയാലും ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ നീ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. മതി മതി, റിഹേഴ്സലിന് സമയമായി, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അവന് ഉന്തി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ റിഹേഴ്സൽ തുടങ്ങുന്നുണ്ട്. നമ്മുടെ എല്ലാ പിള്ളേരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് നമ്മുടെ ടൂവയുടെ ഫോണിലേക്ക് അർണോൾഡിന്റെ ഡീനിന്റെയും ആ ഒരു റൊമാൻറ്റിക് വീഡിയോ വരുന്നത്. ഇത് കാണുന്ന ടൂ ഒന്ന് ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ എണീറ്റ് സ്റ്റേജിട്ട് നടന്നു കയറാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എടാ നീ ഇതെന്തീ കാണിക്കുന്നതെന്ന്. ജാക്കും ചോദിക്കുന്നുണ്ട് ഇവൻ ഇതെന്തൊക്കെ കാണിക്കുന്നതെന്ന്. എന്താ കാണിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിട്ട് ആ വീഡിയോ അങ്ങ് ഷെയർ ചെയ്യാണ്. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. ഡീനോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു, നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. ഞാൻ പറയുന്ന കേക്ക്, ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മതി ഇതേ കൂടുതൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടുള്ള മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലെന്ന് അർണോൾഡിനോട് പറയുന്നുണ്ട്. അർണോൾഡും കുറെ പറയാൻ നോക്കുന്നുണ്ടെങ്കിൽ ടൂവ അതൊന്നും കേൾക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് ചെയ്തോ, ഇനി ഞാൻ നിന്റെ ഫ്രണ്ടായിട്ടും നിന്റെ ലവറായിട്ടും ഒരിക്കലും ഉണ്ടാവൂല എന്ന് പറയുന്നുണ്ട്. ജാക്ക് തീട്ട് വന്ന് ഇടപെടുന്നുണ്ട് ഒന്നെല്ലാവരും നിർത്താനായിട്ട്. ടൂവ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഡീനാണെങ്കിൽ ജാക്കിനോട് എന്താ നടന്നതെന്ന് ഞാൻ പറയാന്ന് പറയുമ്പോഴേക്കും വേണ്ട, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒച്ചത്തിൽ അവൻ പറയുന്നുണ്ട്. റിഹേഴ്സൽ അങ്ങനെ രണ്ടാമതും തുടങ്ങുന്നുണ്ട്. ടിമ്മി ആണെങ്കിൽ റാഫിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നീയാണിത് ചെയ്തതെന്ന് എനിക്കറിയാം, ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന്. റാഫി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അർണോൾഡ് റിഹേഴ്സലിന് ശേഷം ടൂവേനെ കാണാൻ വരുന്നുണ്ട്. നീ ഇവിടുന്ന് പൊക്കോ, എനിക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. എടാ ഞാനൊന്ന് കള്ളു കുടിച്ചു പോയി, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, ആൽക്കഹോളിന്റെ ഒരു ഇതിൽ അങ്ങനെ പറ്റിപ്പോയതാന്ന് പറയുന്നുണ്ട്. ആൽക്കഹോളിന്റെ പുറത്ത് ഇതിനെ ചാരി വെക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ടൂവ നല്ല രീതിക്ക് അവിടെ വെച്ച് കരയുന്നുണ്ട്. റിഹേഴ്സലിന് ശേഷം വീട്ടിട്ട് പോവാൻ നിൽക്കുന്ന ജാക്കിന്റെ അടുത്തേക്ക് ഡീൻ വരുന്നുണ്ട്. പക്ഷെ ഡീൻ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ജാക്ക് നിന്നു കൊടുക്കുന്നില്ല. അവസാനം അവന്റെ വണ്ടിയുടെ മുമ്പിൽ ഇതാവുമ്പോഴേക്കും വരുന്നുണ്ട്. എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്, നീ എന്നെ വിട്ടിട്ട് പോവല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ നിനക്ക് പ്രോമിസ് തരാം, നിന്നെ വിട്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് സെക്കൻഡ് ചാൻസ് എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്, നിന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാക്കോ അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോകുന്നുണ്ട്. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ടൂവയാണെങ്കിൽ ഡീനിന്റെ തിങ്സും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. നീ ഇങ്ങനെയൊന്നും ചെയ്യല്ല, ഞാൻ പറയുന്ന കേക്ക്, നിനക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ രാത്രി എങ്ങോട്ട് പോവാനാണ്, ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറയുമ്പോഴേക്കും നിന്നെപ്പോലത്തുള്ള ആൾക്കാർക്ക് പോവാൻ എന്തോ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അർണോൾഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാക്കാണെങ്കിൽ വീട്ടില് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. റാഫിയും ആണെങ്കിൽ ഒരു പബ്ബിൽ പോയിട്ട് നന്നായിട്ട് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് റോം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഞാനല്ല ഇതൊക്കെ ചെയ്തത്, നീ എൻ്റെ ഫോണിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ചെയ്തതല്ലേ, നീ അതൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റോമിന് മനസ്സിലാവുന്നത് ഈ വീഡിയോ നോക്ക് നമ്മൾ അന്ന് നിന്ന ആംഗിളിൽ നിന്നല്ല എടുത്തേക്കുന്നത്, വേറൊരു ആംഗിളിൽ നിന്നാണ് എടുത്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. റോമിനും ഇതെല്ലാം മനസ്സിലാവുന്നു.
മനസ്സിലാവുന്നുണ്ട് വേറെ ആരോ ചെയ്തതാന്ന്. പെട്ടെന്ന് തന്നെ ആ ഫോണിട്ട് ചാക്ക് വിളിക്കുന്നുണ്ട്. എന്താ ചാക്കിന്റെ കോള് നീ എടുക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അവന് കുറച്ച് ടൈം കൊടുക്കാം, അവനിപ്പോ നല്ല രീതിക്ക് ദേഷ്യത്തിലായിരിക്കും, ഞാൻ എന്താ പറയുന്നതെന്ന് പോലും അവൻ കേൾക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ടൈം എടുത്തോട്ടെ, ടൈം എടുത്ത് ഓക്കെ ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ടൂവയും ബോസ്റ്റനും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. ഇവർ ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡിൽ മുങ്ങിയതാണല്ലോ നമ്മുടെ ബോസ്റ്റൻ, ഇപ്പോഴാണ് പുള്ളി പൊങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടൂ അറിയുന്നുണ്ട് നമുക്ക് ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ചെയ്താലോന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ബാക്കിയുള്ളവരിങ്ങനെ ഹുക്കപ്പൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴേക്ക് അറിയുന്ന മനസ്സിലാക്ക്, നീ ശരിക്കും ഉപ്പുള്ള ടൂവയല്ല, നീ നന്നായിട്ട് ഡ്രിങ്ക്ഡാണ്, അതുകൊണ്ടാണ്, നീ അർണോൾഡിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈനാണെങ്കിൽ ജാക്കിന്റെ വീട്ടിലാണ് പോയിരിക്കുന്നത്. എന്താ ഇങ്ങോട്ട് വന്നേന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഈ വാതില് നിനക്ക് വേണ്ടി തുറക്കാൻ ഞാൻ അത്ര മണ്ടനല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡീൻ ഒത്തിരി കരയുന്നുണ്ട്. റാഫിയും റോമും കൂടിയാണെങ്കിൽ ഒരുമിച്ച് ഇരിക്കുകയാണ്. നമ്മുടെ അർണോൾഡ് ടൂവേനെ ഒത്തിരി പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും കോളൊന്നും എടുക്കുന്നില്ല. ടൂവയാണെങ്കിൽ ബോസ്റ്റന്റെ ഒപ്പം തന്നെയാണ്. ബോസ്റ്റൻ അവനെ ഒത്തിരി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡീൻ ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കുകയാണ്, കാരണം അവൻ എവിടെ പോകണമെന്ന് അറിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അവനെ കാണുന്നതും ഹഗ് ചെയ്യുന്നുണ്ട്. വന്ന് വണ്ടി കയറാൻ പറഞ്ഞിട്ട് നമ്മുടെ ഡീനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചിട്ടാണ് 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.